നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 28 വ്യാഴാഴ്ചയാണ്. ഇന്ന് പുറത്ത് നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായി എന്ന് വരും. ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു റെക്കോർഡ് ചെയ്യാനുള്ള റൂമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഇനി 2-3 ദിവസം കൂടി ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച തൊട്ട് എല്ലാം ശരിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് മാർക്കറ്റിൽ ഒരു ഹോളിഡേ ആയിരുന്നു. ചൊവ്വാഴ്ച ഇന്ത്യൻ വിപണി വലിയ ഇടിവിലേക്കായിരുന്നു പോയത്. നിഫ്റ്റിയും സെൻസെക്സും നിഫ്റ്റി ബാങ്കും മിഡ് ക്യാപ്പും അടക്കം 1% മുതൽ 1.5% മുകളിൽ വരെ ഇടിഞ്ഞു. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ബുധനാഴ്ച S&P 500 റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ വിപണി എൻവിഡിയയുടെ റിസൾട്ടുകൾക്കായിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്. മാർക്കറ്റ് അവറിന് ശേഷം ആ റിസൾട്ടുകൾ പുറത്തു വന്നു. സ്റ്റോക്ക് ഏകദേശം 3% ഇടിവാണ് എക്സ്റ്റൻഡഡ് ട്രേഡിംഗ് ഹവറിൽ രേഖപ്പെടുത്തിയത്. ഇതോടെ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US ഫ്യൂച്ചേഴ്സ്, അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോൾ US ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് ഇടിവിലാണ്. S&P 500 0.3% ഇടിവിലും ടെക്നോളജി സ്റ്റോക്കുകൾ 0.5% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി വെള്ളിയാഴ്ച US നിന്നും PCE ഡാറ്റ പുറത്തു വരാനിരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ് ഇനി. ഇൻഫോസിസ് 0.84% നേട്ടത്തിലും വിപ്രോ 1% മുകളിൽ നേട്ടത്തിലും ICICI ബാങ്ക് 0.3% നേട്ടത്തിലും ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.5% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ 0.2% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ വിപണി മിക്സഡ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബിറ്റ്കോയിനിലേക്ക് വന്നാൽ $1,11,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസിൽ 0.1% ഇടിവാണ് കണ്ടത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 75,120 രൂപയാണ്. ക്രൂഡ് ഓയിലിന്റെ ഇപ്പോഴത്തെ ഒരു നിലവാരത്തിലേക്ക് വരാം. ബുധനാഴ്ച ക്രൂഡ് ഓയിൽ പ്രൈസ് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. US ക്രൂഡ് ഇൻവെന്ററികളിൽ ഒരു ഇടിവ് കണ്ടതാണ് ഇതിന് കാരണമായത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 1.2% നേട്ടത്തിലും WTI 1.4% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ബ്രന്റ് WTI ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ചെറിയ ഇടിവിലാണ്. 0.10% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി 55% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു വലിയ അവസരം ഇപ്പോഴുണ്ട്. ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഓഫറാണ്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്തയായിട്ട് വരുന്നത് ഇന്ത്യൻ കയറ്റുമതിയിൽ ഇന്നലെ മുതൽ 50% അധിക തീരുവ US ഏർപ്പെടുത്തി കഴിഞ്ഞു. അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയും USഉം തമ്മിലുള്ള ചർച്ചകൾ ആരംഭിക്കും എന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചത് വളരെ നല്ലൊരു വാർത്തയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത കൂടി ഇന്ന് പുറത്തു വരുന്നത് IPO ലിസ്റ്റിംഗിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. 2025 ശരാശരി IPO ലിസ്റ്റിംഗ് നേട്ടങ്ങൾ 14.6%. 2024 അത് 30.25% അതായത് 50% ഇടിവാണ് ഇപ്പോൾ IPO ലിസ്റ്റിംഗിൽ കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. US താരിഫുകളാണ് പ്രധാനപ്പെട്ട വിപണിയിലെ ഇത്തരത്തിലുള്ള ഒരു ആഘാതത്തിന് കാരണമായത് എന്ന് തന്നെയാണ് റിപ്പോർട്ട് പറയുന്നത്. കൂടാതെ സെക്കൻഡറി മാർക്കറ്റുകളും ഇതിനൊരു കാരണമായി. ദുർബലമായ വികാരം IPO പ്രകടനത്തെ ബാധിച്ചു. ഏതായാലും USന്റെ താരിഫ് ഇന്ത്യൻ വിപണിയെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ഇന്റർഗ്ലോബ് ഏവിയേഷൻ 7,027 കോടി രൂപയുടെ ബ്ലോക്ക് ഡീൽ വഴി ഗംഗ്വാൾ കുടുംബം 3.1% ഓഹരികൾ കമ്പനിയിൽ വാങ്ങും. അടുത്തത് SMS ഫാർമ എന്ന കമ്പനിയാണ്. US FDA ഹൈദരാബാദിലെ അവരുടെ ലാബിന് ഒരു നിരീക്ഷണവുമില്ലാതെ അനുമതി കൊടുത്തിരിക്കുന്നു. മറ്റൊരു കമ്പനി ഡോക്ടർ റെഡ്ഡിയാണ്. ലയനവുമായി ബന്ധപ്പെട്ട് IT മൂല്യനിർണ്ണയം കോടതി സ്റ്റേ ചെയ്തു. അടുത്ത യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന കമ്പനിയാണ്. തെലങ്കാന ബ്രൂവറിയിൽ 90 കോടി രൂപയുടെ പുതിയ കാനിംഗ് ലൈൻ യൂണിറ്റ് കമ്പനി സ്ഥാപിച്ചു. അടുത്തത് ഓയിൽ ഇന്ത്യ BPCL എന്ന കമ്പനികളെ കുറിച്ചുള്ള വാർത്ത. അരുണാചലിലെ നഗരവാതക വിതരണത്തിനുള്ള സംയുക്ത സംരംഭത്തിൽ ഇരു കമ്പനികളും ഒപ്പുവെച്ചു. അടുത്തത് പവർ ഗ്രിഡ് എന്ന കമ്പനിയാണ്. കർണാടക പുനരുപയോഗ ഊർജ്ജ പ്രസരണ പദ്ധതിയിൽ കമ്പനിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അടുത്ത് HFCL എന്ന കമ്പനിയാണ്. കമ്പനിയുടെ സബ്സിഡറിക്ക് 101 കോടി രൂപയുടെ പുതിയ ഓർഡർ ഇന്ത്യൻ ആർമിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്കാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ക്ലാസ്സുകളിലെ പ്രധാനപ്പെട്ട സിലബസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ഓപ്ഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ,
ഇനി ട്രേഡിംഗ് വ്യൂവിൽ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂൾസുകൾ, ടെക്നിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂൾസുകൾ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. അപ്പോൾ കഴിയുന്നതും പെട്ടെന്ന് തന്നെ സ്റ്റുഡൻസ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIs 6516 കോടി രൂപയ്ക്കാണ് ചൊവ്വാഴ്ച സെല്ല് ചെയ്യുന്നത്. DIs ആവട്ടെ 7060 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.09% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 0.37% നേട്ടത്തിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇടിവിലാണ്. 24648 0.2% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യൻ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 80 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 24712 256 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വാഴ്ച വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയ ടച്ച് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നിഫ്റ്റി ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ചത്തെ ലോ എന്ന് പറയുന്നത് 24689 ആണ്. ഈ ഒരു ലോ ക്രൂഷ്യൽ ആയിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. മറ്റൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞത് 24860, അതായത് വെള്ളിയാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് ആ ഒരു ഗ്യാപ്പ്, ഡൗൺ സൈഡിലെ ആ ഒരു ബുള്ളിഷ് ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത് എന്നുകൂടി പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് തന്നെ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഗ്യാപ്പ് ഏരിയ ഫില്ല് ചെയ്യുകയുണ്ടായി. ഇനി ഇപ്പോഴത്തെ ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു ബൗൺസ് ബാക്കോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഡൗൺ സൈഡിൽ നമ്മൾ ഈ ഒരു സോണിൻ്റെ ലോവർ എൻഡോ ടച്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നിഫ്റ്റി സ്വിംഗ് ബേസിസിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ എല്ലാ ദിവസവും കാണാറുള്ള ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയും കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെയും നാളത്തെയും വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തുന്നില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടാണ് ഇതിന് കാരണമായത്. പതിവ് പോലെ നമ്മുടെ വീഡിയോ മുഴുവൻ കണ്ടൻസോട് കൂടി തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54450 689 പോയിന്റ്സ് അഥവാ 1.25% ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു സോൺ എന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച വിശേഷിപ്പിച്ച് 54440 മുതൽ 53880 വരെയുള്ള ആ ഒരു സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം ചെറിയൊരു റിവേഴ്സൽ ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോണിൽ നിന്നും ഒരു ബൗൺസ് ബാക്ക് ആയിരിക്കുമോ അതോ ഈ സോണിൽ നിന്നും താഴേക്ക് ബാങ്ക് നിഫ്റ്റി വീഴുമോ എന്ന് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഒരുപക്ഷെ ഈ സോണിൽ നിന്നുള്ള ഒരു ഫോൾ വളരെ വലിയൊരു ഫോൾ ആവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇവിടുന്ന് ഒരു റിവേഴ്സൽ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഉറ്റുനോക്കാൻ കഴിയുന്നത് 56120 തന്നെയാണ് അപ്സൈഡിൽ. ഏതായാലും വരുന്ന ദിവസങ്ങളിലെ ക്യാൻഡിലുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 1299 രൂപയ്ക്ക് 3 മാസത്തേക്ക് ഒരു പ്രത്യേക ഓഫർ കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. 55% ഡിസ്കൗണ്ടോട് കൂടിയാണ് ഇപ്പോൾ ഈ ഓണം ഓഫർ ഉള്ളത്. നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.